ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുമുന്നണിക്ക് പ്രതികൂലമാകുമെന്ന് മനസ്സിലാക്കിയാണ് ഫലം അറിയുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയും കുടുംബവും വിനോദയാത്രയ്ക്കായി വിദേശത്തേക്ക് പോയത് എന്നാണ് സൂചന. 20-ൽ 20 പോയാൽ മുഖ്യമന്ത്രി സ്ഥാനം സ്വാഹയാകുമെന്ന് CPM-ലെ ഉന്നത നേതാക്കൾക്ക് ആണയിട്ട് പറയുന്നുണ്ട്. ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ തരക്കേടില്ല എന്നും എന്നാൽ ഒരു സീറ്റും കിട്ടാൻ സാധ്യതയില്ല എന്നും CPM നേതാക്കൾ പറയുന്നുണ്ട്. ഒരു സീറ്റെങ്കിലും BJP ജയിച്ചില്ല എങ്കിൽ അതും മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എത്രയും വേഗം ലോകം കറങ്ങി തിരിച്ചെത്താമെന്ന ഐഡിയയിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും കഴിഞ്ഞ ദിവസം പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് ഇന്തോനേഷ്യയിലേക്കാണ്. ഈ മാസം 12 വരെ അദ്ദേഹം ഇന്തോനേഷ്യയിൽ തുടരും. 12 മുതൽ 18 വരെയുള്ള 6 ദിവസങ്ങളിൽ അദ്ദേഹം സിംഗപ്പൂരിലാണ് ചെലവഴിക്കുക. പിന്നീട് ഈ മാസം 19 മുതൽ 21 വരെ UAEയും സന്ദർശിക്കും. ശേഷം കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് വിവരം. മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും ഒപ്പമുണ്ട്. ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. വിനോദയാത്ര എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ മുഖ്യമന്ത്രി അറിയിച്ചത്. പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് യാത്ര തിരിച്ചത്. മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യ കമലയും കൊച്ചുമകനും ഉണ്ടായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണ വിജയനും 4 ദിവസം മുമ്പ് വിദേശത്തേക്ക് യാത്ര തിരിച്ചിരുന്നു. UAEയിലേക്കായിരുന്നു ആദ്യ യാത്ര. ഇന്ന് ഇരുവരും ഇന്തോനേഷ്യയിലേക്ക് എത്തിയേക്കും. വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സ്വകാര്യ യാത്ര എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തെ മുഖ്യമന്ത്രിയും മന്ത്രി റിയാസും അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ ഔദ്യോഗിക വിദേശ യാത്രയ്ക്ക് പരിധിയുമുണ്ട്. സാധാരണ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് മുൻപായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പുണ്ടാകാറുണ്ട്. ഇത്തവണ ഒരറിയിപ്പും ഉണ്ടായില്ല. യാത്രാ വിവരം ഗവർണറെയും അറിയിച്ചിട്ടില്ല. കുറച്ച് ദിവസത്തേക്ക് ഓഫീസിലുണ്ടാകില്ല എന്ന വിവരമാണ് സ്റ്റാഫ് അംഗങ്ങളെ മുഖ്യമന്ത്രി അറിയിച്ചത്. ഈ ദിവസങ്ങളിലെല്ലാം വിവിധ ജില്ലകളിൽ മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടി ഉണ്ടാകുമായിരുന്നു. അതെല്ലാം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതിന് പിന്നാലെ 2 ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് സാധാരണഗതിയിൽ കേന്ദ്രം തടസ്സം നിൽക്കാറില്ല. എവിടേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട്. അതാണ് കേന്ദ്രം പ്രയോഗിക്കുന്നത്. സർക്കാരിന് സംശയമുള്ള ഡിപ്ലോമാറ്റുകൾ വിദേശ സഞ്ചാരം നടത്തുമ്പോൾ ഇത്തരം നിരീക്ഷണങ്ങൾ പതിവാണ്. കേരളം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. എന്നിട്ടും മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുന്നു. അതിനുള്ള പണം എവിടെ നിന്നാണ് എന്ന് ആർക്കും അറിയില്ല. പണത്തിന്റെ ഉറവിടം വെളിപ്പെടുത്തണമെന്ന് BJP ആവശ്യപ്പെട്ടെങ്കിലും ഒരക്ഷരം ആരും മിണ്ടിയിട്ടില്ല. വിനോദയാത്രയ്ക്കുള്ള പണം സർക്കാരിൽ നിന്ന് എടുക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് കേരളം പറയുന്നത്. കുടുംബാംഗങ്ങളുടെ പണം സ്വകാര്യ ചെലവായിരിക്കും. മുഖ്യമന്ത്രിയും മന്ത്രി റിയാസും സർക്കാർ തന്നെയായിരിക്കും ചെലവ് നോക്കുക. മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി ആരെയും കൂസുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ വിനോദയാത്ര. കേരളത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും തനിക്കൊന്നുമില്ല എന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമായി അദ്ദേഹത്തിന്റെ വിനോദസഞ്ചാരത്തെ എല്ലാവരും കാണുന്നു.